എല്ലാവരുടെ മനസ്സിലും തൃശ്ശൂലില്ലാത്ത എൻ്റെ സങ്കടമല്ലാതെ കല്യാണത്തിൻ്റെ ഒരു സന്തോഷവും കാണുന്നില്ല. ഇങ്ങനെ പോയാൽ ഞാൻ നന്ദീശന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റില്ല. എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോവോ? തൃശ്ശൂൽ, എന്താ പറ്റിയ നിനക്ക്? അച്ഛനെയും അമ്മയും വീട്ടുകാരെയൊക്കെ വിട്ടു നിൽക്കാൻ നിനക്ക് ഇത്രയ്ക്ക് വിഷമാണോ? അതങ്ങനെയല്ല ശിവാനി. ഇതിൽ നീ വേറെയാ, ഞാൻ വേറെയാ. നീ വേറെ ഞാൻ വേറെ എന്ന് പറഞ്ഞ? ശിവാനി, നിനക്ക് അച്ഛന്റെയും അമ്മയുടെ അടുത്തുനിന്നൊക്കെ മാറി നിന്ന് ശീലമുള്ളതല്ലേ. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ കുട്ടിക്കാലം മുതൽ അവരുടെ കൂടെ തന്നെ വളർന്നേ. പെട്ടെന്ന് ഒരു ദിവസം ഒറ്റയടിക്ക് അവരിന്ന് ദൂരെ ആവാൻ പറഞ്ഞ എനിക്ക് എത്ര വേദന ഉണ്ടാവുന്നൊന്ന് മനസ്സിലാക്ക്. അപ്പോ എനിക്ക് വേദനിക്കില്ലെന്നാണോ? അങ്ങനെയല്ല ശിവാനി. നിനക്ക് വേദന ഉണ്ടാവും, പക്ഷെ നിന്നേക്കാൾ കൂടുതൽ വേദന ഉണ്ടാവുന്നത് എനിക്കാ. ഒരുപാട് ഞാൻ വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അവരെ കാണാൻ എനിക്ക് തോന്നുന്നുണ്ട്. വാ ശിവാനി, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. എന്താ പോവാന്നോ? അത് നടക്കില്ല. നീ എന്താ പറഞ്ഞേ? നടക്കില്ലെന്നോ? അത് ഞാൻ എന്താ പറയാൻ വന്നെന്ന് വെച്ചാ, നമ്മളിപ്പോ പ്രണയിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ തൃശ്ശൂർ. വീട് വിട്ട് ഓടി വന്നിരിക്കല്ലേ. എന്നിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു പോവാന്ന് പറയുമ്പോ അതെന്ത് വേണേലും ആയിക്കോട്ടെ, എനിക്ക് മുഖ്യം എന്റെ വീട്ടുകാരാ. എന്നുവെച്ചാ ഞാൻ മുഖ്യമല്ലേ? ശിവാനി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് വീട്ടുകാരാണ് മുഖ്യം എന്ന് പറഞ്ഞതിന് നീ മുഖ്യമല്ലെന്ന് അർത്ഥമില്ല. നോക്ക് ശിവാനി, എനിക്ക് നിന്നെ വീട്ടുകാരെ ത്രാസിൽ വെച്ച് ആരാണ് വലുത് ആരാണ് ചെറുതെന്നൊക്കെ തൂക്കി നോക്കി തീരുമാനിക്കാൻ പറ്റില്ല. എന്റെ പ്രണയത്തെ നീ ഇത്ര മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ? ശിവാനി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇന്ന് ആരെങ്കിലും വന്ന് നിന്നോട് നിന്റെ രണ്ട് കണ്ണിൽ ഏതാണ് മുഖ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറയും? വലത് കണ്ണാണ് മുഖ്യം എന്ന് പറയൂ. അപ്പൊ ഇടത് കണ്ണ് വേണ്ടേ? നീ അത് കുത്തി പൊട്ടിക്കോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണിതും. എനിക്ക് രണ്ടാളും മുഖ്യ. ഇപ്പൊ എനിക്ക് നിന്റെ പ്രണയം ലഭിച്ചെങ്കിലും വീട്ടുകാർ അകറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല ശിവാനി, എനിക്ക് രണ്ടു കൂട്ടരും മുഖ്യ. എനിക്ക് എല്ലാവരും കൂടെ തന്നെ വേണം. എന്നുവെച്ചാ നീ എന്നെ വിട്ടു പോകുന്നാണോ? എന്തിനാ ശിവാനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. സത്യത്തിൽ നിനക്ക് എന്താ പറ്റിയേ? ശിവാനി, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. നിനക്ക് എന്താ പറ്റിയെന്ന്? തൃശ്ശൂർ, ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതല്ല. നീ എന്നെ വിട്ട് ദൂരേക്ക് അകന്നു പോകുന്നുള്ള ഭയമാ എനിക്ക്. വീട്ടുകാരെ എല്ലാം എതിർത്തിട്ടല്ലേ ഞാൻ നിന്റെ കൂടെ വന്നത്. ഇനി വീണ്ടും നമ്മൾ പോയാ ത്രിവിക്രം വീട്ടുകാരോടൊക്കെ സംസാരിച്ച് എന്നെ നിന്നിൽ നിന്ന് അകറ്റുമെന്ന് എനിക്ക് പേടിയാണ് തൃശ്ശൂർ. എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാനാവില്ല തൃശ്ശൂർ. ഇല്ല ശിവാനി, നിന്നെ വിട്ടിട്ട് ഞാൻ എവിടേക്കും പോവില്ല. വീട്ടിലുള്ളവരോട് സംസാരിച്ച് അവരെ ഞാൻ സമ്മതിപ്പിക്കാം. ഇല്ല, ഇപ്പൊ നിനക്ക് അവർ സമ്മതിക്കുന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞാ എല്ലാവരുടെ മുന്നിൽ നിൽക്കുമ്പോ നിന്റെ മനസ്സ് ചിലപ്പോ മാറിയെന്ന് വരും. വേണ്ട തൃശ്ശൂർ, കല്യാണ മുഹൂർത്തം കഴിയുന്നത് വരെ പോണ്ട. അല്ല, അത് പ്ലീസ് തൃശ്ശൂർ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇല്ല ശിവാനി, നിന്നെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. ഉറപ്പായിട്ടും പോവില്ലല്ലോ? ഇല്ല. ദമയന്തി, വീണേ, ത്രിവിക്രമ, അമ്മേ. ഡാഡി, എന്തു പറ്റി? ഭയങ്കര സന്തോഷത്തിനാണല്ലോ. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അത് കേട്ട് കഴിയുമ്പോ വിഷമിച്ച് നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ ആനന്ദ കണ്ണീരുകൊണ്ട് നിറയും. എന്താ കാര്യം ദിഗ്വിജ? മനസ്സിലാകുന്നത് പോലെ പറ. അമ്മേ, തൃശ്ശൂലിനെ കണ്ടുപിടിച്ചമ്മേ.
ദേ മധുമതി, അവനെ ആരൊക്കെ കണ്ണു വെച്ചിട്ടുണ്ടാവോ എന്തോ. അവന്റെ കൺദോഷമൊക്കെ മാറ്റി ആരതി ഒഴിഞ്ഞു വേണം വീട്ടിലേക്ക് കൊണ്ടുവരാൻ. കനകെ, ആരതിക്കുള്ള തട്ട് റെഡിയാക്ക്. കൊച്ചമ്മേ, അവര് വേറെ ജോലിയിലായിരിക്കും. ഞാൻ തന്നെ ആരതി എടുത്തോണ്ട് വരാം. മധുമതി നിക്കേ, ഇങ്ങനെ ധൃതി വെക്കണ്ട. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. വരുമ്പോഴേക്കും റെഡിയാക്കിയാ മതി. എപ്പോ വരുമെന്നാ പറഞ്ഞത്? അവൻ വരുന്നുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത്? അവൻ തന്നെ എനിക്ക് ഫോൺ ചെയ്തത്. വീട്ടിലേക്ക് എത്രയും വേഗം ഞാൻ വരുന്നുണ്ടെന്ന്. ഹാവൂ, സമാധാനായി. 2 ദിവസമായിട്ട് അവൻ എവിടെ പോയതാന്നറിയാതെ ആകെ വിഷമത്തിലായിരുന്നു. ഡാഡ്, അവനിപ്പോ എവിടെയാ ഉള്ളേ? ചോദിക്കാതെ പറയാതെ എവിടെ പോയതാ? അത് അവന്റെ ഏതോ ഫ്രണ്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോയിരുന്നു എന്നാ പറഞ്ഞത്. ഡാഡി എന്താ ഈ പറയുന്നത്? തൃശ്ശൂർ എങ്ങനെ ഫോൺ ചെയ്യാ? അവൻ മായങ്കനാണ് കൂടെയല്ലേ ഉള്ളത്? അല്ലെന്നേ, ഫ്രണ്ടിന് വേണ്ടി അവൻ പോയതെങ്കില് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ അവന്? മുതലാളി, തൃശൂരിൽ അങ്ങനെ അത്രയ്ക്ക് അടുപ്പമുള്ള കൂട്ടുകാരും തന്നെ ഇല്ല. അവൻ കൊച്ചു മുതലാളി വിട്ട് വേറെങ്ങും പോവാറുമില്ല. ഫ്രണ്ട് എന്ന് പറയുമ്പോ ആൺകുട്ടികളാണോ നിർബന്ധമുണ്ടോ? പെൺകുട്ടികളും ആകാമല്ലോ. എന്നുവെച്ചാ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് പോയതായിരിക്കും. അങ്കിൾ, അവൻ ഇപ്പൊ വരുമെന്നാ പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അത് കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ ഭംഗിയായി നടക്കട്ടെ, നാളത്തെ പൂജയ്ക്ക് മുമ്പായിട്ട് അവൻ ഇങ്ങനെ എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. നാളെ വരുള്ളൂ. ഇന്ന് തന്നെ വന്നാൽ എന്താ അവന് കുഴപ്പം? അവന്റെ ഫോൺ വന്ന സന്തോഷത്തില് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ മറന്നു. 2 ദിവസം കാത്തിരുന്നില്ലേ? ഇനി 1 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അവനിങ്ങി വന്നോളും. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വന്നേ. കമോൺ കമോൺ കമോൺ, ഗോ ഗോ ഗോ. മായാങ്കനയുടെ കയ്യിൽ നിന്നും തൃശ്ശൂർ രക്ഷപ്പെട്ട. ഡാ തൃശ്ശൂർ, ഡാ, നീ എന്താടാ ഇനി ഇവിടെ തന്നെ നിൽക്കുന്നത്? പോയി റെഡി ആയിട്ട് വാടാ. ശരി ഡാഡി. ആ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? അതിനെന്തിനാ പെർമിഷൻ ചോദിക്കുന്നത്? ചോദിച്ചോ. അത് ഇത്രയും നാൾ നിന്റെ പുറകെ നടന്ന് കാലി വീണിട്ടും എന്റെ പ്രണയം സമ്മതിക്കാതിരുന്ന നിനക്ക്, എന്ത് ചെയ്താലും എന്റെ മനസ്സ് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിനക്ക് എന്താ പറ്റിയേ? ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാ നിന്റെ മനസ്സ് മാറിയേ? എങ്ങനെയാന്ന് ചോദിച്ചാ അതങ്ങനെയാ. അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. പ്രണയം തോന്നാൻ അങ്ങനെ ഒരു കാരണം ഉണ്ടാവണം. ആ, എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് പ്രണയം തോന്നാൻ ഒരു കാരണവും വേണ്ടെന്ന്. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു കാരണം ഉറപ്പായിട്ടും ഉണ്ടാവും. പറയ് ശിവാനി, എന്നോട് നിനക്ക് പ്രണയം തോന്നാനുള്ള കാരണം എന്താണെന്ന് പറയ് ശിവാനി. എന്നെ സ്നേഹിക്കാനുള്ള കാരണം എന്താ? എന്താ ശിവാനി ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നേ? എന്നോട് നിനക്ക് പ്രണയം തോന്നാനുള്ള കാരണം എന്താ? നിന്നോടുള്ള പ്രണയം എനിക്ക് എപ്പോഴോ തുടങ്ങിയത്. പക്ഷെ അത് പറയാൻ താമസിച്ചു എന്ന് മാത്രം. എപ്പോഴോ തുടങ്ങിയെന്നോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്നെ ഷോക്ക് അടുപ്പിക്കില്ല ശിവാനി. എന്നോട് നിനക്ക് പ്രണയം ഉണ്ടായിരുന്നിട്ടും എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? എനിക്ക് അറിയായിരുന്നു നിന്റെ മനസ്സ് മാറുമെന്നും എന്നോട് നിനക്ക് പ്രണയം തോന്നുമെന്നും ഞാൻ നിന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നില്ലേ? ഇപ്പൊ നോക്കി, ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? ഇനി പറ, അന്നോട്ട് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തോട്ടാ? പറയ് ശിവാനി. ഞാൻ നിന്നെ അന്ന് ട്രിപ്പിന് വിളിച്ചോണ്ട് പോയില്ലേ, ആ ദിവസം തൊട്ടാണോ? അതോ ചില ആണുങ്ങളെ പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ? പറയ് ശിവാനി. ആ, അങ്ങനെ വേണമെങ്കിലും പറയാം. നോക്ക്, ഈ കാര്യം നീ അന്നേ പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പൊ നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായേനെ. വേറൊരാളോ? അതാരാ? കുഞ്ഞാവ. സോറി സോറി സോറി, ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. മുതലാളി, ശരിക്കും തൃശ്ശൂർ ഫോൺ ചെയ്തായിരുന്നു. അവനിപ്പോ എവിടെയുള്ളത്? വീട്ടിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ അവൻ എവിടെ പോയതാ?
ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് നമ്മുടെ ഒരു ടെൻഷൻ മനസ്സിലാവില്ല. കൊച്ചു കുട്ടികളുടെ ബുദ്ധി അവർക്ക്. അവര് പിടിക്കുന്നിടം ജയിക്കണം. അവൻ അല്ലെങ്കിൽ ഇത്തിരി കൂടുന്നുണ്ട് ഈയിടെയായിട്ട്. നമ്മുടെ ഭാഗത്ത് നിന്നോട് ഒന്ന് ചിന്തിക്കണ്ടേ? എപ്പോഴാ അവൻ ഇങ്ങോട്ട് വരിക? എവിടെ അവനുള്ളത്? ഇവിടെ അടുത്താണോ അതോ ദൂരെ ഏതെങ്കിലും നാട്ടിലാണോ? അറിയില്ല. അറിയില്ലെന്നോ? എന്താ മുതലാളി ഇങ്ങനെ പറയുന്നത്? വിളിച്ച് ചോദിക്കും മുതലാളി. അല്ലെങ്കിൽ പിന്നെ ആ നമ്പറും കൊടുത്താ ഞാൻ തന്നെ അവനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഒരു നമ്പറിൽ നിന്നും അവൻ എന്നെ വിളിച്ചിട്ടില്ല നന്ദീശ. എനിക്ക് മനസ്സിലായില്ല. നന്ദീശ, തൃശ്ശൂൽ എനിക്ക് ഫോൺ ചെയ്തിട്ടില്ല. ഞാൻ കള്ളം പറഞ്ഞ. മുതലാളി എന്തായി പറയുന്നത്? തൃശ്ശൂർ ഫോൺ ചെയ്തില്ലേ? വീട്ടിലെല്ലാവരോടും തൃശ്ശൂർ വിളിച്ചു എന്ന് പറഞ്ഞിട്ട്, ഫ്രണ്ട്സിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ കള്ളവ. ഞാൻ പറഞ്ഞതെല്ലാം കള്ളവ. തൃശ്ശൂൽ എവിടെയാ ഉള്ളത്, എങ്ങനെയാ ഉള്ളത് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന്റെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. എന്തിനാ വീട്ടുകാരോട് കള്ളം പറഞ്ഞത്? എന്റെ മുന്നിൽ മറ്റു വഴിയില്ല നന്ദീശ. ഇവിടെ ഇപ്പോ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക. പക്ഷെ ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. തൃശ്ശൂൽ ഇവിടെ ഇല്ലാത്തത് എല്ലാവർക്കും സങ്കടമാണ്. തൃശ്ശൂല് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കാണുമെന്നോർത്ത് എല്ലാവരുടെയും മനസ്സ് വല്ലാതെ വിഷമിക്കുക. അതുകൊണ്ട് കല്യാണം കഴിയുന്നതുവരെയെങ്കിലും സന്തോഷമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ കള്ളം പറഞ്ഞത്. മുതലാളി, കള്ളം പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാടാ. ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ത്രിവിക്രമന്റെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടത്താൻ പറ്റില്ല. ഈ മുഹൂർത്തം തെറ്റിപ്പോയാ പിന്നെ അവന് കല്യാണത്തിന് യോഗമേ ഇല്ലെന്നല്ലേ അന്ന് വന്ന തിരുമേനി വരെ പറഞ്ഞത്. അപ്പം നമ്മുടെ തൃശ്ശൂല് അന്വേഷിച്ചുകൊണ്ടിരിക്കുക നന്ദീശ. അവൻ എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ ഏതെങ്കിലും അപകടത്തിൽ പോയി പെട്ടിട്ടുണ്ടാവുമെന്നോ ദൈവത്തിന് മാത്രമേ അറിയൂ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നന്ദീശ. തൃശ്ശൂൽ എത്രയും വേഗം തിരിച്ചു വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ. ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. കല്യാണം കഴിയുന്നതുവരെ എല്ലാവരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യാം. മൂന്നാമതൊരാൾ അറിഞ്ഞാൽ അത് കല്യാണത്തെ ബാധിക്കും. ത്രിവിക്രമൻ വല്ലാതെ അപ്സെറ്റ് ആവും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ശിവാനി, ഞാൻ നിനക്ക് എന്തോരം ബുദ്ധിമുട്ടും അലച്ചിലും തന്നിട്ടുണ്ട്. ആ ദേഷ്യമൊന്നും ഇപ്പൊ ഇല്ലേ? ദേഷ്യോ? അതിനു മാത്രം നീ എന്താ ചെയ്തത്? അതെന്താ ശിവാനി അങ്ങനെ പറഞ്ഞേ? നീ അതെല്ലാം മറന്നുപോയോ? അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല, എല്ലാം ഓർമ്മയുണ്ട്. അതെങ്ങനെ മറക്കാനല്ലേ? സോറി ശിവാനി. സോറിയോ? എന്തിന്? ഞാൻ നിനക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ തന്നിരിക്കുന്നത്. പകലും രാത്രിയും ഒന്നും നോക്കാതെ എന്നെ പ്രണയിക്കെന്നും പറഞ്ഞ് നിന്റെ പുറകെ നടന്നിട്ടുണ്ട്. നീ ആയതുകൊണ്ട് എന്നെ സഹിക്കായിരുന്നു. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ഈ സമയം കൊണ്ട് ദേഷ്യപ്പെട്ട് ചിലപ്പോ എന്റെ തല അടിച്ച് പൊട്ടിച്ചാനെ. ആ സീൻ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ നീ എല്ലാം സഹിച്ചു എന്നുള്ളതാ. എന്റെ കളിയാക്കല്, എന്റെ വഴക്ക്, എന്റെ അഹങ്കാരം. ഞാൻ നിന്നെ എൻഗേജ്മെന്റിന്റെ അന്ന് കിഡ്നാപ്പ് ചെയ്തത്, പിന്നെ നിന്നെ എന്തുമാത്രം ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അതും പോരാഞ്ഞ് കൊച്ചുമുതലാളിയുടെ മുന്നിൽ വെച്ച് എന്തോ ചെയ്തിട്ട് അവസാനം നീ അതിൽ കുടുങ്ങിയതും അതുപോലെ എന്തൊക്കെയോ. അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം ഓർമ്മയുണ്ട് ശിവാനി. ഓർമ്മയോ? ആ, നിന്നെ ശല്യപ്പെടുത്തിയതും പുറകെ നടന്നതൊക്കെ ഓർമ്മയുണ്ട്. സോറി ശിവാനി. ഇനി മുതല് നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല, പ്രോമിസ്. കുഴപ്പമില്ല. നീ അന്ന് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ നിനക്ക് എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായത്. യെസ്, കണ്ടോ, ഞാൻ ഈ ഉത്തരത്തിന് വേണ്ടി കാത്തിരുന്ന.
ഒരുപാട് പുറകെ നടന്ന് നിന്റെ സ്നേഹം അവസാനം ഞാൻ നേടിയെടുത്തില്ലേ? ശിവാനി, നിനക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ചില സമയത്ത് ഈ ബൈക്ക് പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ടാവില്ല എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കാൻ പറ്റില്ല. വീണ്ടും വീണ്ടും കിക്ക് അടിച്ചുകൊണ്ടേയിരിക്കണം. അത് ഉറപ്പായിട്ടും ഒരു തവണ സ്റ്റാർട്ടാവും. ഇപ്പൊ നോക്കിയേ, എന്റെ ലവും സ്റ്റാർട്ടായി. ഇനി എന്നെ ആർക്കും തടയാൻ പറ്റില്ല. എന്തു പറയുന്നു? എന്തു പറയാന്? ഭർത്താവ് പറയുന്നതെല്ലാം ശരിയാണെന്ന് ഭാര്യ അങ്ങ് പറഞ്ഞേക്കണം. സോറി, തിരിച്ചാണ്. നീ പറയുന്നതെല്ലാം ഞാൻ ഹും എന്ന മൂളി സമ്മതിക്കുമെന്ന് പറഞ്ഞതാ, അത്രേ ഉള്ളൂ. അങ്ങനെ വഴിക്ക് വാ. ഐ ലവ് യു ശിവാനി. മുതലാളി, മെഹന്തിയുടെ കാര്യങ്ങളൊക്കെ റെഡി അവിടെ. നമ്മുടെ വീട്ടിലെ സ്ത്രീജനങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ. ദമയന്തി, വീണ, എത്ര നേരമായി ശിവാനിയെ റെഡിയാക്കി കൊണ്ടുപോവാ. ചേച്ചി, മരുമോളെ കൊള്ളാലോ, സൂപ്പർ. വാ ശിവാനി, നീ 2 കൈയും നിറയെ മൈലാഞ്ചി ഇടണം. ഈ വീട്ടിലെ മരുമോളുടെ കൈ ചുവന്നിരിക്കണം. കുഞ്ചടി പെണ്ണേ, അമ്പിളിത്തല്ലേ, മുഞ്ചത്തി പെണ്ണേ, ഇന്നല്ലേ മംഗലം പൊന്നേ, കരിമിഴിമീനല്ലേ, മൊഴിയിൽ തേനല്ലേ, മണിയറപ്പൂ മഞ്ചം എന്തോ മിണ്ടിയില്ലേ, കുളിരണിരാവല്ലേ, കുടമുല്ലപ്പൂത്തില്ലേ, പനിമതി പോലെ നീ ലങ്കി മറിഞ്ഞില്ലേ, പോരടി നീ വാതിലു ചാരടി നീ, മാരനിതാ വരുന്നേ, പോരടി നീ. എന്ത് ചെയ്യുന്നേ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ ആസ്വദിക്കാണോ? ഒരുപാട് ദിവസമായിട്ടുള്ള ആഗ്രഹം, ഇങ്ങനെ ഒന്ന് കിടന്ന് നക്ഷത്രങ്ങളൊക്കെ എണ്ണണമെന്ന്. ഓ, അങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലേ? കഴിഞ്ഞോ നക്ഷത്രം എണ്ണീട്ട്? എത്ര നക്ഷത്രങ്ങളുണ്ട്? എണ്ണം കിട്ടിയോ? കിട്ടിയല്ലോ. എത്ര എണ്ണം ഉണ്ട്? ഞാൻ നിന്നെ എത്രമാത്രം പ്രണയിക്കുന്നു അതിനേക്കാൾ 1-2 കുറവാ. നന്നായിട്ട് സംസാരിക്കുമല്ലേ? പിന്നില്ലാതെ. സംസാരമാണ് എന്റെ ക്യാപിറ്റൽ. ശിവാനി, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് നക്ഷത്രമായി മാറുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ ആലോചന എന്താണെന്നറിയോ? ആ നക്ഷത്രങ്ങൾക്കും ഫീലിങ്സ് ഉണ്ടായിരിക്കില്ലേ? നക്ഷത്രങ്ങൾ തമ്മിൽ പ്രണയിക്കില്ലേ? ഉണ്ടായിരിക്കാം. എന്നുവെച്ചാ നമ്മുടെ ലോകത്തെ പോലെ തന്നെ വേറൊരു ലോകം ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഉള്ളതാണോ? എന്തെങ്ങനെ ആയിക്കൂടെ? ഉറപ്പായിട്ടും ഉണ്ട്. നമ്മുടെ
എന്താണ് ശിവാനി ഇത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു? അങ്ങനെ ഒരു ലോകമുള്ളതായിട്ട് നിനക്കറിയോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞത് ഓർമ്മ വന്നു? ആദിശേഷ, നമ്മൾ രണ്ടുപേരും വേറെ ലോകത്തുള്ളവരാ. നമ്മുടെ ഇത് നാഗലോകമാണ്. നിനക്കതിനെക്കുറിച്ച് ഓർമ്മയില്ല, പറയാൻ എനിക്ക് പറ്റുകയുമില്ല. നിന്നോട് നാഗലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ നീ ശിവാനിയുടെ പുറകെ പോകും. നിനക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല. നിന്നോട് സത്യങ്ങളൊന്നും ഞാൻ തുറന്നു പറയില്ല.